ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ബാവരുപള്ളിയുടെ രൂപം നിർമ്മിച്ചതിൽ ഭക്തരുടെ പ്രതിഷേധം. ക്ഷേത്രത്തിനുള്ളിൽ വാഴപ്പിണ്ടിയിൽ താൽക്കാലികമായിട്ടാണ് ബാവർപള്ളിയുടെ രൂപം ഒരുക്കിയത്. മുകൾ ഭാഗം അടക്കം പച്ചത്തുണി കൊണ്ട് അലങ്കരിച്ച നിലയിലാണ്. മുൻപും സമാനമായ രീതിയിൽ ബാവരുപള്ളി കെട്ടുമായിരുന്നുവെങ്കിലും ഇത്രയധികം അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഭക്തർ പറയുന്നു. ഇതിനു സമീപം ദേവിയുടെയും അയ്യപ്പന്റെയും ക്ഷേത്ര നിർമ്മിതികളും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ഇവയ്ക്കില്ലാത്ത അലങ്കാരങ്ങളാണ് ബാവരുപള്ളിയുടെ രൂപത്തിന്. മലബാർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ് മമ്മിയൂർ. വിവരങ്ങളുമായി സാനു കെ സജീവാണ് നമുക്കിപ്പം ചേരുന്നത്. സാനു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണയായി നടക്കുന്നതാണ്. അതായത് ഇത്തരത്തിൽ ബാവരുപള്ളിയുടെ രൂപം അവിടെ ഒരുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അലങ്കാരങ്ങൾ കൂടുതലാണ്. അത് തന്നെയാണോ ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്? രാഖി, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തോട് ഏറ്റവും അടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രം. ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇത്തരത്തില് വാവരുടെ പള്ളി നിർമ്മിക്കാറുണ്ട്. താൽക്കാലിക പള്ളി, അതും താൽക്കാലിക പള്ളി വാഴപ്പിണ്ടി കൊണ്ട് അല്ലെ വാഴപ്പോളകൾ കൊണ്ടാണ് ഇത്തരത്തിൽ വാവരി പള്ളി നിർമ്മിക്കാറുള്ളത്. അതായത് ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന ദിവസം 3 കോലങ്ങളും അവിടെ എഴുന്നള്ളാറുണ്ട്. അയ്യപ്പന്റെയും അതേപോലെ തന്നെ ദേവിയുടെയും ഒപ്പം വാവരുടെയും കോലങ്ങൾ അവിടെ എഴുന്നള്ളാറുണ്ട്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. അവിടെ വലിയ രീതിയിൽ അലങ്കാരങ്ങൾ ഈ വാവരി പള്ളിക്ക്, അതായത് ക്ഷേത്രത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന വാവരി പള്ളിക്ക് വലിയ രീതിയിലുള്ള അലങ്കാരങ്ങൾ, പച്ച തുണി കൊണ്ടടക്കമുള്ള വലിയ അലങ്കാരങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ വലിപ്പത്തില് അതായത് ദേവിയുടെയും അയ്യപ്പന്റെയും താൽക്കാലിക ക്ഷേത്രങ്ങൾ, അതും നമ്മൾ മനസ്സിലാക്കണം, താൽക്കാലിക ക്ഷേത്രങ്ങളാണ്. വാഴപ്പോളകൾ കൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രങ്ങൾക്ക് ആ വലിപ്പമില്ല, അതിന് മറ്റ് അലങ്കാരങ്ങൾ നൽകിയിട്ടില്ല. ഇത്തരത്തിൽ വന്നതോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരുക്കം, അതായത് അയ്യപ്പൻ വിളക്കിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരുക്കം ക്ഷേത്രത്തിനുള്ളിൽ നടത്തിയതിനെതിരെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു ആക്ഷേപവും ഒക്കെ ഉയർന്നിട്ടുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് നടക്കുന്ന ചടങ്ങിൽ വാവരി പള്ളിക്ക് മാത്രം, വാവരി പള്ളിക്ക് താൽക്കാലികമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിന് മാത്രം പ്രത്യേക ഒരു പരിഗണന നൽകി എന്നാണ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷേപമായി ഉയർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കൊല്ലം മുതപ്പിലക്കാട് ക്ഷേത്രത്തിൽ മുൻപ് ഈ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായി വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അല്ലെങ്കിൽ പോലീസ് കേസുകളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഇതിന് പ്രത്യേക പരിഗണന നൽകുന്നു. അതായത് വാവരി പള്ളിക്ക് താൽക്കാലിക രൂപത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു. ഒപ്പം ക്ഷേത്രത്തിലെ അയ്യപ്പന്റെയും അതേപോലെ തന്നെ ദേവിയുടെയും താൽക്കാലിക ക്ഷേത്രങ്ങൾക്ക് ആ ഒരു പരിഗണനയില്ല, അലങ്കാരങ്ങളില്ല, അത് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ഒരുക്കിയതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. സാനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ കാവിക്കൊടി കെട്ടിയാൽ വിവാദമാകുന്ന സമയത്താണ് ക്ഷേത്രത്തിനുള്ളിൽ വാവരുപള്ളിയുടെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൊല്ലത്ത് സാനു സൂചിപ്പിച്ചതുപോലെ മുതുപ്പിലക്കാട് ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടതിന് കേസെടുത്ത നാടാണിത്. എന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ ആരും അതിന് മിണ്ടാനുമില്ല എന്നുള്ളതാണ്. സാനു, ഞാൻ പറയുകയായിരുന്നു, ഈ ക്ഷേത്രത്തിലെ കാവിക്കൊടിയൊക്കെ കെട്ടിയാൽ വിവാദമാകുന്ന സമയമാണിത്. ആ ഒരു സമയത്താണ് ക്ഷേത്രത്തിനുള്ളിൽ ബാവരുപള്ളിയുടെ രൂപം ഉണ്ടാക്കിയത്. സാനു സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് മുതുപ്പിലാക്കാട് ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടപ്പോഴേ കേസെടുത്ത നാടാണിത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിഷേധിക്കാൻ ഭക്തരുണ്ട് എന്നുള്ളത് മാത്രം. ആരും ഇതേക്കുറിച്ച് മിണ്ടാനോ നടപടിയെടുക്കാനോ ഒന്നും തന്നെ മുന്നിട്ട് ഇറങ്ങുന്നുമില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് രാഖി. അതായത് ഭക്തരുടെ ഭാഗത്ത് നിന്ന്, ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിട്ടുള്ള ഭക്തരുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു വിവേചനം അവര് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവര് പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുള്ളത്. അതായത് അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ വാവരി പള്ളിക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാവരി പള്ളിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് തൊട്ട് സമീപത്തുള്ള മറ്റ് സംവിധാനങ്ങൾക്ക്, മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ, ഇതേ മാതൃകയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ദേവിയുടെയും അയ്യപ്പന്റെയും ഒക്കെ താൽക്കാലിക ക്ഷേത്രങ്ങൾക്ക് എന്തുകൊണ്ട് പരിഗണന കൊടുക്കുന്നില്ല? അവിടെ എന്തുകൊണ്ട് കാവി അലങ്കാരങ്ങൾ കൊടുക്കുന്നില്ല? കാവിയോട് എന്തിന് അലർജി എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ വാവരി പള്ളിയുടെ സമീപം, അല്ലെ വാവരി പള്ളിക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ ആ ചിത്രത്തിലടക്കം കാണാൻ സാധിക്കും, അതിന്റെ ഗോപുരത്തിനടക്കം പച്ച നിറം കൊടുക്കുന്നു. അതിന്റെ താഴെ ഭാഗത്തേക്ക് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പച്ച തുണി കൊണ്ട് അലങ്കാരം കൊടുക്കുകയാണ്. ആ ചിത്രത്തിന്റെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, അതിന്റെ തൊട്ട് പിന്നില് ദേവിയുടെയും അയ്യപ്പന്റെയും ഒക്കെ താൽക്കാലിക ക്ഷേത്രങ്ങൾ, ഈ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ആ
അലങ്കാരങ്ങൾ ഈ ക്ഷേത്ര ഭരണ സമിതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിലാണ് വിവേചനം ഭക്തർ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് അത്തപ്പൂക്കളം ഒരുക്കിയപ്പോൾ അതിന്റെ ഒരു മാതൃക കൊടുത്തതിന് കേസെടുത്ത ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഈ ഒരു വിവേചനം കാണാതിരിക്കുന്നു, എന്തുകൊണ്ട് ഈ ഒരു വിവേചനം മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഭക്തർ ചോദിക്കുകയാണ്. അതിനൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറേ കാലമായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. ആ ആചാരത്തിലെ ചില സംവിധാനങ്ങൾ അല്ലെ ചില ആൾക്കാർ കയറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതര പരിഗണന നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതോടുകൂടിയാണ് ഇതൊരു വിവാദമായി മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വളരെ കാലമായിട്ട് നടന്നു വരുന്ന ആചാരം, അവിടെ ഇത്തരത്തില് ക്ഷേത്രത്തിനുള്ളിൽ ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനം ഒരുക്കാറുണ്ട്. അത് ഈ അയ്യപ്പൻ വിളക്കിന് ശേഷം മാറ്റുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അതിൽ മറികടന്നുകൊണ്ട് പ്രത്യേക പരിഗണന നൽകുന്നു. ആ ഒരു വാവരി പള്ളിക്ക് പ്രത്യേക വലിപ്പം നൽകുന്നു, അതിന് പ്രത്യേക ചന്തം നൽകുന്നു, പച്ച നിറം നൽകുന്നു. അതിനകത്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രത്യേക പരിഗണന നൽകിയതോടുകൂടിയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധ സ്വരം ഉയർന്നിട്ടുള്ളത്. രാഖി. ശരി സാനു, എന്തായാലും ഈ മമ്മിയൂർ ക്ഷേത്രത്തിലാണ് ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് വാവര് പള്ളിയുടെ രൂപം തീർത്തതും. എന്തായാലും ഇത് ഈ സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഇത് ഭക്തരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് സാനു തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക്